ഇന്ന് നമ്മൾ പോകുന്നത് ഭുവനേശ്വരിൽ നിന്നും കൊൽക്കത്തയിലേക്കാണ്. ഭുവനേശ്വരിൽ നിന്ന് പോകുമ്പോൾ 1-2 കാര്യങ്ങൾ നമ്മൾ മിസ്സാക്കിയെന്ന് തോന്നി. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ സ്വീറ്റ്സ്. ഇവിടുത്തെ രസഗുളയും പോഡോ പീഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വീറ്റും, അതങ്ങനെ തന്നെയാണോ പറയാന്നുള്ളത് സംശയമുണ്ട് കേട്ടോ. ഇത് രണ്ടും ടേസ്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് യാത്ര തുടങ്ങിയത്. കൊൽക്കത്തയിലേക്ക് പോകുന്ന വഴിക്കുള്ള പഹാല എന്നുള്ള വില്ലേജ് ഈ സ്വീറ്റ്സിൻ്റെ ഒരു കേന്ദ്രമാണെന്ന് തന്നെ അറിയാൻ കഴിഞ്ഞു. അങ്ങനെ അതിനടുത്തെത്തിയപ്പോൾ മെല്ലെ ഒന്ന് സ്ലോ ചെയ്തു. ഈ കടകളിലെല്ലാം തന്നെ ഈ 2 തരത്തിലുള്ള സ്വീറ്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ നമുക്ക് രസഗുള പരിചയമുണ്ടല്ലോ, എന്നാൽ മറ്റ് സ്വീറ്റ്സ് ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തുള്ള ഒരു കടയിൽ നിർത്തി ആ സ്വീറ്റ് ഒന്ന് മേടിച്ചു. വളരെ കുറച്ച് ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ മേടിച്ചത്. ഒരു 30 രൂപയ്ക്ക്. ഇത് കേക്ക് പോലത്തെ ഒരു വിഭവമാണ്. കഴിച്ചു കഴിഞ്ഞ് ChatGPTയോട് ചോദിച്ചപ്പോൾ സ്ലോ ബേക്ക് ചെയ്തെടുത്ത ഒരു റൈസ് കേക്കാണിതെന്ന് അറിയാൻ പറ്റി. ഇതിനകത്ത് റൈസും ജാഗരി അല്ലെങ്കിൽ ഷുഗർ, കോക്കനട്ട്, കാർഡമം, ബ്ലാക്ക് പെപ്പർ, ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അത്രേ. നമ്മൾ കഴിക്കുമ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു കേക്കിൻ്റെ പോലെയാണ് തോന്നുക. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു തരം കേക്ക്. പിന്നീട് അവിടെ പല ഷേപ്പിൽ പല തരത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗുലാബ് ജാമുനും നമ്മൾ കണ്ടു. ധ്യാനിന് പൊതുവെ അധിക മധുരത്തിനോട് വലിയ താല്പര്യമില്ല, എന്നാലും കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. നിരഞ്ജൻ കഴിച്ചു, അവനും നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. നമ്മളൊരു നാട്ടിൽ ചെല്ലുമ്പോൾ ആ നാട് കാണുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടുത്തെ രുചികൾ ആസ്വദിക്കുക എന്നുള്ളത്. അതുകൊണ്ട് പരമാവധി നമ്മൾ അതിന് ശ്രമിക്കാറുമുണ്ട്. യാത്രയും യാത്രാവിശേഷങ്ങളും തുടരും.